അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ, ഒരു വാപ്പയും മകനും കൂടി എന്റെ മുമ്പിലേക്ക് വന്നു. വാപ്പ മകനെ കുറിച്ച് പലതും പറഞ്ഞു. അവൻക്ക് എന്തോ അറിയില്ല തങ്ങളെ, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയില്ല. ഒരുപാട് മരുന്ന് കൊടുത്തു, ഒന്നും ശരിയാവുന്നില്ല. അവൻ എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നു എന്ന് പറഞ്ഞു വാപ്പ അവന്റെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളക്ക മന്ത്രിച്ചു കൊടുത്തു. അദ്ദേഹം ആ മകന് ഞാൻ അല്പം ചില ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് അല്പം വാപ്പയൊന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ സമയം തരണം. ഈ വാപ്പയെ കുറിച്ച് നോക്കുമ്പോൾ വാപ്പ ഗൾഫിലാണ്, വിദേശത്താണ്. ഈ മകന് വേണ്ട എല്ലാ കാശും അയച്ചു കൊടുക്കും. അവനക്ക് വേണ്ടത് എന്താണോ ഒരു കുറവും വരുത്താതെ ഈ ഉപ്പ നോക്കും. ബൈക്ക് വേണോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കാറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവൻക്ക് എന്തെല്ലാം വേണോ, എന്തെല്ലാം സന്തോഷങ്ങൾ വേണോ ഈ ഉപ്പ എല്ലാം സമ്മാനിച്ചിട്ടുണ്ട്. ഒരു കുറവും ഈ മകന് വരുത്തിയിട്ടില്ല. ആ നിലക്ക് പൊന്നുപോലെ നോക്കി വളർത്തിയ ഈ പൊന്നുമോൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ബോധമുള്ള ഏതെങ്കിലും രക്ഷിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ആ മകൻ എന്നോട് പറഞ്ഞ വാക്ക്, തങ്ങളെ കുറച്ച് സമയം എന്റെ ഉപ്പയില്ലാതെ എനിക്ക് തങ്ങളോട് സംസാരിക്കണം. അങ്ങനെ വാപ്പയെ ഒന്ന് മാറ്റി നിർത്തി, റൂമിന്റെ പുറത്ത് നിർത്തി. എന്നിട്ട് ഈ മകൻ എന്നോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ രംഗം, തങ്ങൾ നേരത്തെ 2 വാക്ക് എന്നെ ഉപദേശിച്ചപ്പോൾ എനിക്ക് വാപ്പയുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എനിക്കെന്റെ മനസ്സ് പതറിയിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്റെ ഉപ്പ അറിഞ്ഞാൽ ഈ നിമിഷം തന്നെ എന്റെ വാപ്പ അവിടെ അറ്റക്കായി മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മകൻ പറഞ്ഞ വാക്കാണത്. എന്ത് എന്റെ കുറിച്ച് എന്റെ വാപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം ഇവിടെ വെച്ച് അറ്റക്കായി മരിക്കും. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു. കോടിക്കണക്കിന് രൂപ എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ പലപ്പോഴും എന്റെ വീട്ടുകാരറിയാതെ, എന്റെ കുടുംബം അറിയാതെ, എന്റെ ഉപ്പയറിയാതെ, ഉമ്മയറിയാതെ പല നാട്ടിലേക്കും ടൂർ എന്ന് പറഞ്ഞ് ഞാൻ പോകും. അവിടെ വെച്ച് ഞാൻ പലതും ഞാൻ രുചി നോക്കിയിട്ടുണ്ട്. തങ്ങളെ എന്റെ ഉപ്പാക്കറിയില്ല, എന്റെ ഉമ്മാക്കറിയില്ല. എന്റെ മാനസിക പ്രശ്നം മറ്റൊന്നല്ല. ഈ സംഗതി എന്റെ ഉപ്പ അറിഞ്ഞാൽ, എന്റെ ഉമ്മ അറിഞ്ഞാൽ അവൻ ബോധം കെട്ട് ഒറ്റക്കായി മരിക്കും. അതുകൊണ്ട് എനിക്കിനി രക്ഷപ്പെടണം. ആ മകൻ പറഞ്ഞ വാക്കാണ്, എനിക്കിനി രക്ഷപ്പെടണം. ഞാൻ ഇത്ര ചിന്തിച്ചു പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും ഇതുപോലെ പല ചതിയിലേക്കും വീഴുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതേ സ്ഥാനത്ത് നമ്മളെ മക്കളെ കൈപിടിച്ചിട്ട് അല്ലാഹു നമുക്ക് നൽകിയ വലിയ സമ്മാനമായി നൽകിയ, നമുക്ക് ഔദാര്യമായി നൽകിയ, നമുക്ക് നൽകിയ മക്കളെ നമ്മുടെ ഉസ്താദിന്റെ കയ്യിലേൽപ്പിച്ചിട്ട്, ഉസ്താദേ എന്റെ മകനൊരു ആലിമാക്കി തരണം, എന്റെ മകൻ ദീൻ പഠിക്കുന്ന ഒരു ആലിമാക്കി തരണം എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഇൽമിന്റെ വഴിയിലേക്ക് മക്കളെ ഏൽപ്പിക്കുകയും എന്നിട്ട് നമ്മൾ രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹുവേ, എനിക്ക് നീ മക്കളെ തന്നിട്ടുണ്ട്, എനിക്ക് മക്കളെ തന്നിട്ടുണ്ട്. ഈ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് എനിക്കറിയില്ല. അവരെ പരിശുദ്ധ ദീനിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്നവൻ മുഖല്ലിബുൽ ഖുലൂബായ റബ്ബാനിയാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, അവർ ദീനിന്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോവാതെ, ഈമാൻ നഷ്ടപ്പെടാതെ, അവർ നല്ല ഹിദായത്തിന്റെ വഴിയിലായി, ഇൽമിന്റെ വഴിയിലായിട്ട് എന്റെ മക്കളാക്കി തരണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, രക്ഷിതാക്കളുടെ ദുആയും നമ്മൾ ഇൽമിന്റെ വഴിയിലേക്ക് വളർത്താൻ വേണ്ടി ആലിമായ ഒരു ഉസ്താദിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ആനന്ദത്തോടെ കൂടി കൽബിനും കണ്ണിനും കുളിർമ നൽകുന്ന നിലയ്ക്ക് നമ്മളെ മക്കളെ കാണാൻ കഴിയും.